ഞാനിന്ന് വളരെ വേദനയോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരമായി അനുഭവിച്ച ഒരു പ്രശ്നമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ യാത്ര ചെയ്തിരുന്ന സമയത്ത് പ്രായമായ ഒരമ്മയും അതിൻ്റെ ആ അമ്മയുടെ മകൻ ഏതാണ്ട് 40-45 വയസ്സ് വരുന്ന ഒരു ചെറുപ്പക്കാരനും ബസ്സിൻ്റെ പുറകിലൂടെ ബസ് നിർത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന ചിത്രമാണ് ഞാൻ കാണുന്നത്. ബസ് സ്റ്റോപ്പിൽ പതുക്കെ ഒന്ന് നിർത്തി ഇവർ കയറുന്നതിന് മുമ്പ് തന്നെ വളരെ വേഗം ആ ബസ് ഓടിച്ചു പോകുന്ന ഒരു ചിത്രം. ഞാൻ വാഹനം നിർത്തി അവരുടെ ലക്ഷ്യസ്ഥാനത്ത് വിട്ടു. ആ സമയത്ത് ആ അമ്മയോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? അവർ പറഞ്ഞു, ഈ മകന് ഒരാഴ്ച ഏറ്റവും കുറഞ്ഞത് 2500 രൂപയുടെ മരുന്ന് വേണം. പല പരിമിതികളുമുള്ള ഈ മകൻ മരുന്ന് കഴിക്കാതിരുന്നാൽ അതിഭയങ്കരമായ പ്രശ്നങ്ങൾ ആ മകൻ സൃഷ്ടിക്കും. അതുകൊണ്ട് കടം മേടിച്ചും ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും വിറ്റും ഒക്കെ ഈ മകൻ്റെ ചികിത്സ നടത്തിക്കൊണ്ടു പോകുന്ന ഒരമ്മ. ഈ സംഭവം ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് കിഴക്കമ്പലത്ത് ആരംഭിച്ച് കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് പടർന്ന് പന്തലിക്കുവാൻ പക്വമായ നിലയിൽ ജീവൻ രക്ഷാ മരുന്നുകൾ വിൽക്കുന്ന വിൽപ്പനശാലകളുടെ ഒരു ശൃംഖല തന്നെ പടുത്തുയർത്തുവാനായിട്ട് മനുഷ്യസ്നേഹിയായ സാബു ജേക്കബ് എന്ന ആ വലിയ മനുഷ്യൻ പ്ലാൻ ചെയ്തു എന്ന് അറിയുവാനായിട്ട് ഇടയായി. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കിഴക്കമ്പലത്ത് നടത്തിയപ്പോൾ വാഗ്ദാനമല്ല, താൻ ആ നിലയിൽ ജനങ്ങളുടെ മുമ്പാകെ പ്രസ്താവിച്ചോ അത് പ്രായോഗികമായി നടത്തി കൊടുക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് എന്നത് തെളിയിക്കുക കൂടി ചെയ്യുകയായിരുന്നു. ബ്രാൻഡഡ് മെഡിസിൻസ്, ഏറ്റവും ഉയർന്ന മൂല്യമുള്ള മരുന്നുകൾ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡ് മെഡിസിൻസ് 80% വരെയും ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നു എന്ന് കേൾക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആർക്കും അതിന് കഴിയുകയുമില്ല. ആ സ്ഥാനത്താണ് 2020 നേതൃത്വം കൊടുക്കുന്ന സാബു ജേക്കബ് എന്ന വലിയ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമായിരുന്ന ആദ്യത്തെ ചുവടുവെപ്പ് മരുന്നുകളുടെ രംഗത്ത്, ജീവൻ രക്ഷാ മരുന്നുകളുടെ രംഗത്ത് താൻ നിർവഹിച്ചത്. അത് വളരെ ആശ്വാസത്തോടു കൂടി ഇത് കേട്ടവരൊക്കെ
ആശ്വസിച്ച് കാണും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നാൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നാടിനെ കട്ട് മുടിച്ച് ഇല്ലായ്മ ചെയ്യുന്ന രാജ്യദ്രോഹികൾ എന്ന് പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. ആ വലിയ സംരംഭത്തിന് കോടാലി വെച്ച് കഴിഞ്ഞപ്പോൾ, ആ സ്ഥാപനം അടച്ചു പൂട്ടിയപ്പോൾ, അതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും ഇലക്ഷൻ കമ്മീഷൻ ആ നിലയിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തപ്പോൾ കരഞ്ഞുപോയത്, തകർന്നു പോയത് സാധാരണ കുടുംബാംഗങ്ങളായിരിക്കും. ഒരു രോഗം അതൊരു ഭവനത്തിലേക്ക് വിളിക്കപ്പെടാത്ത അതിഥിയായിട്ട് കടന്നു വരുമ്പോൾ ആ കുടുംബം തകർന്ന് തരിപ്പണമാകുന്നത് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണുവാനായിട്ട് കഴിയും. പലരും വിറ്റുപെറുക്കിയും അതുപോലെ തന്നെ പട്ടിണി കിടന്നും ആ രോഗിയെ ചികിത്സിച്ച് ജീവധാരയിലേക്ക് ആ വ്യക്തിയെ നയിക്കുവാനായിട്ടുള്ള തത്രപ്പാടിൽ കഷ്ടപ്പെടുന്ന സമയത്ത് അതിനെ തല്ലിക്കെടുത്തുവാൻ യാതൊരു മനസാക്ഷിക്ക് യാതൊരുവിധ കുറവുമില്ല. മനസാക്ഷിക്ക് അത് ഏത് നിലയിൽ അത് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു എന്ന് അത്ഭുതത്തോടെ മാത്രമേ എനിക്ക് കാണുവാനായിട്ട് കഴിയൂ. മനസാക്ഷി മരവിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വക്താക്കൾ അവർ ഈ സമൂഹത്തെ മുഴുവനും അധസ്ഥിതിയിലേക്ക് തള്ളിവിട്ട് ഈ നാടിനെ നശിപ്പിക്കുമ്പോൾ അതിൻ്റെ ചുടലക്കളത്തിൽ നിന്നുകൊണ്ട് മുതലെടുപ്പ് നടത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഏറ്റവും ഹീനമായ ഒരു തന്ത്രമായിട്ട് മാത്രമേ എനിക്ക് അതിനെ കാണുവാനായിട്ട് കഴിഞ്ഞു. ശ്രീ സാബു ജേക്കബ് ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്ന നിലയിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളിൽ ആ പ്രദേശത്ത് ആരംഭിച്ച ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് മറ്റ് തലങ്ങളിൽ നടത്തിയ മാറ്റങ്ങളുടെ വലിയ ആ കോളിളക്കത്തിൽ, തള്ളിക്കയറ്റത്തിൽ തകർന്ന് തരിപ്പണമായ രാഷ്ട്രീയ ശക്തികളുടെ ചിത ഒരുക്കിയ ആ പഞ്ചായത്തുകളിൽ വീണ്ടും ഒരിക്കൽ കൂടി അവർക്ക് കാലെടുത്ത് കുത്തുവാൻ സാധിക്കുകയില്ല എന്ന് ബോധ്യമായപ്പോൾ ഇത് ഒരു തീജ്വാല പോലെ കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിലെ ജനങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു കയറുവാനായിട്ടുള്ള ഒരു ചവിട്ടുപടിയായിട്ട് മാറും എന്ന് മനസ്സിലാക്കിയപ്പോൾ, ഈ രാഷ്ട്രീയ കോമരങ്ങൾക്കൊന്നും യാതൊരു ഭാവിയും ഇല്ല എന്ന് ബോധ്യമായപ്പോൾ, ഈ കൊടും ക്രൂരതയ്ക്ക് ഇവർ മുന്നോട്ട് വന്നു എന്നത് ഗതകാല അനുഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരത്ഭുതമൊന്നും അല്ല. ഞാൻ മുൻ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, കോവിഡ് അതിൻ്റെ മരണ താണ്ഡവമാടുന്ന സമയത്ത് പോലും എങ്ങനെ കക്കാം എന്നുള്ളത് റിസർച്ച് നടത്തിയ ഒരു ഭരണകൂടം,
അതിനെതിരെ ശബ്ദിക്കുവാനായിട്ട് നാവ് നഷ്ടപ്പെട്ട ഒരു പ്രതിപക്ഷം, നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന, അമ്പരന്ന് നോക്കി നിൽക്കുന്ന സാധാരണ ജനങ്ങൾ. അപ്പോഴും കേവലം കിറ്റ് നൽകി ജനങ്ങളെ വഞ്ചിച്ച് കൊണ്ടിരിക്കുന്ന ഒരു ഭരണ പ്രക്രിയ. ആ കിറ്റിൽ പോലും കോടികൾ അഴിമതി നടത്തുന്ന ഭരണവർഗം. ഇന്ന് എല്ലാ കാലത്തും എല്ലാവരെയും വഞ്ചിക്കാം എന്നുള്ള അധമമായ അവരുടെ ചിന്തയുടെ ഒരു പ്രതിഫലനമാണ് ജീവൻ രക്ഷാ മരുന്നുകൾ ആ സമൂഹത്തിന് വിലക്കിയതോടുകൂടി, ആ സ്ഥാപനം അടച്ചുപൂട്ടിയതോടുകൂടി അവർ സാധിച്ചത്. ഇതിനെതിരായിട്ട് ജനങ്ങളുടെ ധാർമ്മിക രോക്ഷം ഉയരേണ്ട സാഹചര്യമാണ്. ഇവരെ പൊതുവായിട്ട് ഒരു ജനകീയ വിചാരണ ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇവർ ചെയ്ത അനീതി എന്താണ് എന്ന് ജനസമൂഹം മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യത്തിൽ നാം നിൽക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ മനസ്സാക്ഷി ഉയരേണ്ട സമയം. ഇവിടെയാണ് ഒരു പുതിയ അധ്യായം, ആശയുടെ പുതിയ കിരണങ്ങൾ നൽകുന്ന ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കേണ്ട, അതിനുവേണ്ടി സമയം മാറ്റിവെക്കേണ്ട, അതിനുവേണ്ടി അധ്വാനിക്കേണ്ട, അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട, അത് ജനങ്ങളിൽ വരുത്തുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള ബോധം വർദ്ധിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത്. കാരണം അത് സമൂഹത്തിൻ്റെ ഒരാവശ്യമാണ്. നന്മ അത് ഇന്നും നിലനിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർവേശ്വരൻ ഇങ്ങനെയൊരു പ്രസ്ഥാനം രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രാപ്തനായ വ്യക്തിത്വത്തെ എഴുന്നേൽപ്പിക്കുകയും കാലാകാലങ്ങളിൽ നമുക്കറിയാവുന്ന പോലെ തിന്മയ്ക്കെതിരായിട്ട് പോരാടുവാൻ ചില ശക്തികൾ എഴുന്നേറ്റ് വരുന്നതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചിത്രമാണ് ഈ 2020 എന്ന പ്രസ്ഥാനത്തിലൂടെ ഈ കേരളത്തിൻ്റെ ജനതയ്ക്ക് ലഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അഴിമതിയില്ലാത്ത, അതുപോലെ തന്നെ പിടിച്ചുപറിയില്ലാത്ത, കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ, കൈത്താങ്ങലിൻ്റെ ഒരു ജീവിതാനുഭവം അത് നമുക്ക് ഓരോരുത്തർക്കും നൽകുവാൻ പ്രാപ്തമായ ഇന്ന് ഇന്ത്യയിലെ ഏക പ്രസ്ഥാനമാണ് 2020 എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. കാരണം നാം ഇന്ന് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ഛിദ്രവാസന പ്രോത്സാഹിപ്പിക്കുന്നതിൽ നാമും കുറ്റവാളികളായി തീരും എന്നൊരു യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രീയ കോമരങ്ങൾക്കെതിരായിട്ട്, ഈ ദുർബുദ്ധികൾക്കെതിരായിട്ട് ഒരു ധർമ്മയുദ്ധത്തിന് നാം ഇറങ്ങിയേ പറ്റൂ. അതിന് ശക്തി സമാഹരിച്ചേ പറ്റൂ. ജനങ്ങളിലേക്ക് ഈ സന്ദേശം അറിയിക്കുവാനുള്ള ബാധ്യത രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്. ഇനിയും ഈ രാജ്യം അപകടത്തിലേക്ക് നിപതിക്കുകയില്ല എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള ആ ധർമ്മയുദ്ധത്തിൽ നമുക്ക് പങ്കുചേരാം. ഏറ്റവും ശക്തമായ നിലയിൽ ഒരു പുലരി അത് ഈ കേരളത്തിൻ്റെ മണ്ണിൽ ജന്മമെടുക്കുവാൻ നമുക്കൊന്നിച്ചധ്വാനിക്കാം. ഇത് ജനങ്ങളുടെ വിജയമാണ്, ഇത് സത്യത്തിൻ്റെ വിജയമാണ്, ഇത് ധർമ്മത്തിൻ്റെ വിജയമാണ്, ഇത് കരുതലിൻ്റെ വിജയമാണ്. നമുക്കൊന്നിച്ചു പോരാടാം. ഈ പോരാട്ടത്തിൽ നാം പരാജയപ്പെട്ടാൽ നമ്മെ തകർക്കുന്ന
ഛിദ്രശക്തികൾ അവർ സർവ്വശക്തിയും ഉപയോഗിച്ച് കേരളത്തിൻ്റെ മണ്ണിനെ നശിപ്പിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം, കരുതാം. ആ നിലയിൽ എല്ലാവരും ഒരു തീരുമാനമെടുക്കുവാൻ ജഗദീശ്വരൻ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ.